യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. സ്നേഹമുള്ളവരെ, ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ അടുത്ത ഒരുക്കത്തിലാണ് നാം. ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ ധന്യൻ്റെ ജീവിതം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും നാം പരിശ്രമിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി മുണ്ടൻമലയിൽ വന്യപിതാവ് ബഥനിയാശ്രമം സ്ഥാപിച്ചു. 1919 മുതലുള്ള കാലഘട്ടം പ്രാർത്ഥനയുടെയും തപസ്സിൻ്റേതുമായിരുന്നു. തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിലും തപസ്സിലും അധ്വാനത്തിലും ജീവിച്ച വന്യപിതാവ് സർവ്വജനങ്ങൾക്കും മാതൃകയായിരുന്നു. ധാരാളം മനുഷ്യർ ആധ്യാത്മിക ജീവിതം സ്വീകരിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥനാ ജീവിതം സ്വീകരിക്കുന്നതിന് വേണ്ടി ബഥനിയാശ്രമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമ്മൾ പുസ്തകങ്ങളിലും ധന്യൻ്റെ ആത്മകഥയിലുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുണ്ടായിരുന്ന വന്യപിതാവിനെ 1926 പരിമലയിൽ കൂടിയ മലങ്കരയുടെ സുന്നകദോസ് കത്തോലിക്കാ സഭയുമായി മലങ്കര സഭ പുനരൈക്യപ്പെടുന്നതിനുള്ള സംഭാഷണത്തിനായി നിയോഗിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ, പുനരൈക്യത്തിനു വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ധന്യൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത് ഈ തീരുമാനത്തിൽ നിന്നും മലങ്കര സഭ പിന്നോട്ടു പോകുന്നതായാണ്. എന്നാൽ സത്യപാതയിൽ നിന്നും മാർ ഇവാനിയോസ് തിരുമേനി പിന്തിരിഞ്ഞില്ല. സ്വന്തമായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് മുണ്ടൻമല വിട്ടിറങ്ങി തിരുവല്ലയ്ക്കടുത്തുള്ള വെണ്ണിക്കുളത്ത് വന്ന് പിൻഗാമികളോടൊപ്പം വന്യപിതാവ് വാടകയ്ക്ക് താമസിച്ചു. 1930 വരെയുള്ള കാലഘട്ടം അതീവ സഹനത്തിൻ്റേതായിരുന്നു. മലങ്കരയിലെ വ്യവഹാരങ്ങളുടെ അസ്വസ്ഥതയേക്കാൾ അതികഠിനമായിരുന്നു വെണ്ണിക്കുളം അനുഭവം. താൻ പ്രോത്സാഹിപ്പിച്ച, അല്ലെങ്കിൽ മലങ്കര സഭ പ്രോത്സാഹിപ്പിച്ച വന്യപിതാവ് അതിനെതിരായിട്ട് തന്നെ മലങ്കര സഭ വന്യപിതാവിനോട് പറയുകയാണ്, ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയണമെന്ന്. എല്ലാവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും സഹനങ്ങളും അനുഭവിച്ച് വെണ്ണിക്കുളത്ത് വന്യപിതാവ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം താമസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുണ്ടൻമലയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു, കത്തോലിക്കാ സഭയിൽ ചേർന്നിട്ടുമില്ല. ദിവ്യനാഥൻ്റെ ഗത്സമനി അനുഭവം വെണ്ണിക്കുളം അനുഭവമായി വന്യപിതാവ് സ്വീകരിച്ചു. ഒരു തരത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഗത്സമനി അനുഭവം തന്നെയായിരുന്നു വന്യപിതാവിനും കൂടെയുള്ളവർക്കും. വന്യപിതാവിൻ്റെ ആത്മീയ സഹനത്തിൽ സ്ഫുടം ചെയ്തതായിരുന്നു അതേ ബഥനിയുടെയും മലങ്കരയുടെയും ആത്മീയത അടിത്തറ എന്ന് പറയുക. സഹനത്തിൽ സ്ഫുടം ചെയ്ത ഒരു ആത്മീയ ജീവിതം. ഈ സഹനത്തിൽ പിടിച്ചു നിൽക്കുവാൻ വന്യപിതാവിന് സാധിച്ചതിന് കാരണം സത്യത്തെക്കുറിച്ചുള്ള ബോധ്യവും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്ഥൈര്യവുമാണ്. ധന്യൻ മാർ ഇവാനിയോസിൻ്റെ ദൈവശാസ്ത്രം ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമായിരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ദൈവീക ശരണത്തിലും ആനന്ദത്തിലും ജീവിച്ച ദൈവീക മനുഷ്യനായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. സത്യത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ സഹനത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്നും സഹനത്തെ ദൈവികതയിൽ കൂടി മനസ്സിലാക്കണമെന്നും ധന്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹനദാസനായ ധന്യൻ മാർ ഇവാനിയോസ് ഒരു താപസനായിരുന്നതിനാൽ
സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ വരുന്ന കഷ്ടതകളെ തൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും സമർപ്പിച്ച് ദൈവപിതാവിന് കാഴ്ചയർപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും യാഥാർത്ഥ്യത്തിനു വേണ്ടിയും നാം നിലകൊള്ളുമ്പോൾ, ജീവിതത്തിലെ പുണ്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുമ്പോൾ, തീർച്ചയായിട്ടും സഹനങ്ങൾ ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നാമൊക്കെ സ്വീകരിക്കേണ്ട ഒരു പാഠമെന്ന് പറയുക നമ്മുടെ സമൂഹ സ്ഥാപനായ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം തന്നെയാണ്. സഹനത്തിൽ സ്ഫുടം ചെയ്ത ഒരു ആത്മീയത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് അതുതന്നെയാണ്. സഹനത്തിൽ സ്ഫുടം ചെയ്ത ഒരു ആത്മീയത. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും യാഥാർത്ഥ്യത്തിനു വേണ്ടിയും നാം നിലകൊള്ളുമ്പോൾ വന്യപിതാവ് സ്വീകരിച്ച ഈ ദൈവിക മാർഗം സ്വീകരിക്കുവാൻ നമ്മെല്ലാവരും പരിശ്രമിക്കണം എന്ന് വന്യപിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് മാതൃകയായി മുൻപോട്ട് കടന്നുപോയ ഈ ധന്യൻ്റെ ജീവിതം നമുക്ക് അനുഗ്രഹപ്രദമായി മാറണം. നമുക്കെല്ലാവർക്കും മാതൃകയായി മാറണം. ധന്യൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. താങ്ക് യു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.